Dear students, welcome to the class of Fluid Mechanics and Hydraulics. In this class, I am starting the fourth module. These are the topics mentioned in the module 4. And here we will discuss the topics Introduction to Open Channel Flow, Terminology in Open Channel Flow, Types of Open Channels, then Types of Open Channel Flows, and finally Velocity distribution in Open Channel Flow. First topic, Introduction to Open Channel Flow. Open channel flow refers to the flow of liquids in channels open to the atmosphere or in partially filled conduits and is characterized by the presence of a liquid-gas interface called the free surface. എന്താണ് ഓപ്പൺ ചാനൽ ഫ്ലോ എന്ന് പറയുന്നത്? നിങ്ങളെ സറൗണ്ടിങ്ങിൽ തന്നെ അതിന് ഒരുപാട് എക്സാമ്പിൾസ് കാണാൻ വേണ്ടി പറ്റും. റിവേഴ്സ്, സ്ട്രീംസ് ഒക്കെ. അതിലുള്ള ഫ്ലോ എന്ന് പറയുന്നത് ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്. മീൻസ് ഓപ്പൺ ചാനൽ ഫ്ലോ റെഫേഴ്സ് ടു ഫ്ലോ ഓഫ് ലിക്വിഡ് ഇൻ ചാനൽസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. ഈ പറഞ്ഞ എക്സാമ്പിൾ റിവറിലൊക്കെ എന്താണ്, ആ ലിക്വിഡ് അത് അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത്. ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ടാവുക. വേറെ ഓപ്പൺ ചാനൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ പാർഷ്യലി ഫിൽഡ് കോൺഡ്യൂട്ട്സ്. ഇതിപ്പം ഒരു സർക്കുലർ പൈപ്പ്, ഇതിൽ ആ ക്രോസ് സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡ് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പൈപ്പ് ഫ്ലോ എന്ന് പറയും. നേരെ മറിച്ച് പാർഷ്യലി ഫിൽഡ് ആണ്. ഇപ്പം ഇതാണ് സർക്കുലർ കോൺഡ്യൂട്ട് എന്ന് പറയുന്നത്. അതിൽ പാർഷ്യലി ആണ് ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ലിക്വിഡ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അത്തരം ഫ്ലോവും ഓപ്പൺ ചാനൽ ഫ്ലോസിലാണ് വരുന്നത്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ ഒരു ഫ്രീ സർഫസ് ഇല്ല. ഇതാണ് നമ്മൾ ഫ്രീ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയാണെങ്കിൽ ഇത് ഫ്രീ സർഫസ് മീൻസ് ലിക്വിഡും ആ ഗ്യാസും തമ്മിൽ വരുന്ന ഇൻ്റർഫേസ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ എന്തില്ല, ആ ഫ്രീ സർഫസ് ഇല്ല. ആ ലിക്വിഡ് പൈപ്പ് ഫ്ലോ എന്നാണ് പറയുക. അത്തരം ഫ്ലോ ആണ്. കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടില്ല, ക്ലോസ്ഡ് കോൺഡ്യൂട്ടിലുള്ള ഫ്ലോ. മറിച്ച് ഇതിലെന്ന് പറഞ്ഞാൽ പാർഷ്യലി ഫിൽഡാണ്. അന്നേരം ഇവിടെ എന്തുണ്ടാവും? എയർ ഉണ്ടാവും. ആ എയറിൻ്റെ പ്രഷറായിരിക്കും ഇതിൽ ത്രൂ ഔട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഒരു സർഫസിൻ്റെ മുകളിൽ ത്രൂ ഔട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവുക. നോർമലി അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറായിരിക്കും. ഓക്കെ, അതൊക്കെയാണ് ഓപ്പൺ ചാനൽ ഫ്ലോസിൽ വരുന്നത്. ഒന്നിക്കൽ ഡയറക്റ്റ്ലി ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ ക്ലോസ്ഡ് കോൺഡ്യൂട്ടിൽ പാർഷ്യലി ഫിൽഡ് ഫ്ലോ. ഇതൊക്കെയാണ് ഓപ്പൺ ചാനലിൽ വരുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതിലൊരു ഫ്രീ സർഫസ് ഉണ്ടാവും. എന്താണ് ഫ്രീ സർഫസ്? ഫ്രീ സർഫസ് ഈസ് എ സർഫസ് ഹാവിങ് കോൺസ്റ്റൻറ്റ് പ്രഷർ സച്ച് ആസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇതിൻ്റെ ഫ്രീ സർഫസ് ആണ്, അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഫ്രീ സർഫസ്. അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രഷറാണ് ആക്ട് ചെയ്യുന്നത്. എവിടെ എടുത്താലും കോൺസ്റ്റൻറ്റ് പ്രഷറാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. നോർമലി അതെന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഓപ്പൺ ചാനൽ ഫ്ലോൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് പൈപ്പ് ഫ്ലോ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, പൈപ്പ് ഫ്ലോ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ക്രോസ് സെക്ഷൻ മൊത്തമായിട്ട് ഫ്ലൂയിഡ് ഫില്ല് ചെയ്തെന്ന്, അത്തരം ഫ്ലോ ആണ് പൈപ്പ് ഫ്ലോ എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിന് മേജർ ഡിഫറൻസ് ആയിട്ട് വന്നു വരുന്നത് ഈ ഫ്രീ സർഫസിൻ്റെ പ്രസൻസ് ആണ്. ഓപ്പൺ ചാനൽ ഫ്ലോസിൻ്റെ എക്സാമ്പിൾ: ഫ്ലോ ത്രൂ റിവേഴ്സ്, ഇറിഗേഷൻ കനാൽ, സ്ട്രീംസ്, പാർഷ്യലി ഫിൽഡ് കോൺഡ്യൂട്ട് ക്യാരിയിങ് വാട്ടർ, എക്സെട്ര. ഇതൊക്കെയാണ് ഓപ്പൺ ചാനൽ ഫ്ലോസിൻ്റെ എക്സാമ്പിൾ. ഇനി ഇവിടെ ഫ്ലോ നടക്കാനുള്ള ആ റീസൺ, അല്ലെങ്കിൽ ആ ഫ്ലോയുടെ മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്, അതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇൻ കേസ് ഓഫ് ഓപ്പൺ ചാനൽ ഫ്ലോസ്, ആസ് ദ പ്രഷർ ഈസ് അറ്റ്മോസ്ഫിയറിക്, ദ ഫ്ലോ ടേക്ക് പ്ലേസ് under the force of gravity, which means flow takes place due to the slope of bed of the channel only. ഓക്കെ, ഇപ്പോൾ പൈപ്പ് ഫ്ലോ, പൈപ്പ് ഫ്ലോ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഡ്യൂട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുള്ള ഫ്ലോ ആണ് പൈപ്പ് ഫ്ലോ എന്ന് പറയുന്നത്. അവിടെ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് അണ്ടർ പ്രഷറാണ്, അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസ് കൊണ്ടാണ് ഫ്ലൂയിഡ് അവിടെ ഫ്ലോ ചെയ്യുന്നത്. ഓപ്പൺ ചാനൽ ഫ്ലോയിൽ പ്രഷർ ഡിഫറൻസ് അല്ല, അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റിയാണ് ഫ്ലോ നടക്കുന്നത്. എങ്ങനെയാണ് നടക്കുന്നത്? ഇതിപ്പം ഒരു ചാനൽ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അതിനെ ഞാൻ ഈ ഒരു ഡയറക്ഷനിൽ നോക്കുന്ന സമയത്തുള്ള വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ബോട്ടം, അതാണ് ഈ ബെഡ് എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ബെഡ്. അതിന് ഹൊറിസോണ്ടലായിട്ട് ചെറിയൊരു സ്ലോപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇൻക്ലിനേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഓപ്പൺ ചാനലിൽ ഫ്ലോ നടക്കുന്നത്. മീൻസ് ഇവിടെ എലിവേഷൻ കൂടുതലാണ്, ഇവിടെ എലിവേഷൻ കുറവാണ്. മീൻസ് ആ ഹയർ എലിവേഷൻ ലെവലിൽ നിന്ന് ലോവർ എലിവേഷൻ ലെവലിലോട്ട് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത്. അത് ഓപ്പൺ ചാനൽ ഫ്ലോയിൽ ഗ്രാവിറ്റി, ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ്
അണ്ടർ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, അല്ലെങ്കിൽ ആ സ്ലോപ്പ് കൊണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ പൈപ്പ് ഫ്ലോ ആൻഡ് ഓപ്പൺ ചാനൽ ഫ്ലോ. പൈപ്പ് ഫ്ലോവും ഓപ്പൺ ചാനൽ ഫ്ലോവും തമ്മിലെ മേജർ ഡിഫറൻസ്. ഇവിടെ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് പൈപ്പ് ഫ്ലോ ആണ്. ഇത് ക്ലോസ്ഡ് കോണ്ടിയൂട്ട് ആണെങ്കിലും ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്. കാരണം അത് കംപ്ലീറ്റ് ആയിട്ട് ഫിൽഡ് അല്ല. ഈ ഒരു ഹാഫ് സെക്ഷൻ മാത്രമേ ഇവിടെ ലിക്വിഡ് ഫില്ലായിട്ടില്ലൂ. ബാക്കി എന്താണ്, എയർ ആണ്, അല്ലെങ്കിൽ അവിടെ എനിക്കൊരു ഫ്രീ സർഫസ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു കേസ് പൈപ്പ് ഫ്ലോയിൽ ആ ക്രോസ് സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡ് ഫിൽ ചെയ്തിട്ടുണ്ട്, ഫ്രീ സർഫസ് ഒന്നുമില്ല. ഓക്കെ, ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് അണ്ടർ പ്രഷർ. ഈ ഒരു ഡയറക്ഷനിലെ ഫ്ലോ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രഷർ ഉണ്ടാവും, ഇവിടെ ഒരു പ്രഷർ ഉണ്ടാവും. ഡിഫറെൻറ്റ് പ്രഷർ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇവിടെ ഹയർ പ്രഷർ ആയിരിക്കും, ഇവിടെ ലോവർ പ്രഷർ ആയിരിക്കും. അലോങ് ദ ഫ്ലോ ഡയറക്ഷനിൽ പ്രഷർ ലോസ് ഉണ്ടാവും. അതാണ് പൈപ്പ് ഫ്ലോൻ്റെ കേസ്. ഓൾറെഡി പഠിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ് പൈപ്പ് ഫ്ലോ. ഇനി വരാൻ പോകുന്നത് ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് ഡിഫറൻസ്, ഇൻ പൈപ്പ് ഫ്ലോ ദർ ഈസ് നോ ഫ്രീ സർഫസ് വേറാസ് the open channel flow is characterized by free surface. Second one, flow in pipe is driven by pressure difference, whereas flow in open channel is driven naturally by gravity. ഇവിടെ ഫ്ലോ നടക്കുന്നതിൻ്റെ കാരണം പ്രഷർ ഡിഫറൻസ് കൊണ്ടാണ്. ഓപ്പൺ ചാനൽ എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി അല്ലെങ്കിൽ ബെഡ് സ്ലോപ്പ് കൊണ്ടാണ് ഫ്ലോ നടക്കുന്നത്. തേർഡ് വൺ, pipes are generally of circular cross section, whereas the channels have cross section ranging from simple geometrical shapes, circular, rectangular, trapezoidal, etc. to quite irregular cross sections. പൈപ്പ് ഫ്ലോയിൽ നോർമലി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സർക്കുലർ ക്രോസ് സെക്ഷനാണ്. പിന്നെ മറിച്ച് ഓപ്പൺ ചാനൽ ഫ്ലോയിലോട്ട് വരുന്ന സമയത്ത് ട്രപ്പിസോയിഡൽ, അതേപോലെ റെക്റ്റാങ്കുലർ, പിന്നെ ട്രയാങ്കുലർ, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ജോമെട്രീസ് ഉണ്ട്. അതേപോലെ ഇറഗുലർ ജോമെട്രീസ്. സർക്കുലറും ഉണ്ട്, പക്ഷേ സർക്കുലറിൽ വെച്ചാൽ അവിടെ ഒരു ഫ്രീ സർഫസ് ഫോം ചെയ്തിട്ടുണ്ടാവണം. അടുത്ത ഫോർത്ത് പോയിന്റ്, ഇൻ പൈപ്പ് ഫ്ലോ ദ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിമെട്രിക്കൽ അബൌട്ട് പൈപ്പ് ആക്സിസ് ആൻഡ് മാക്സിമം വെലോസിറ്റി ഒക്കേഴ്സ് അറ്റ് ദി സെൻറ്റർ ലൈൻ ഓഫ് പൈപ്പ്. ഇൻ ഓപ്പൺ ചാനൽ ഫ്ലോ ദ മാക്സിമം വെലോസിറ്റി ഒക്കർ അറ്റ് എ ലിറ്റിൽ ഡിസ്റ്റൻസ് ബിലോ ദി വാട്ടർ സർഫസ്. പൈപ്പ് ഫ്ലോ, ലാമിനാർ ഫ്ലോ ത്രൂ പൈപ്പിൽ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പൈപ്പിൻ്റെ ഒരു പരാബോളിക് ഡിസ്ട്രിബ്യൂഷനാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇങ്ങനെ രണ്ട് പൈപ്പ് ഉണ്ടെങ്കിൽ ഒരു പരാബോളിക് ഡിസ്ട്രിബ്യൂഷനായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അത് എന്തായിരുന്നു, സിമെട്രിക്കലായിരുന്നു. പൈപ്പ് ആക്സിസിനെ ബേസ് ചെയ്ത് സിമെട്രിക്കലായിട്ടുള്ള ഒരു വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനായിരുന്നു ലാമിനാർ ഫ്ലോൻ്റെ കേസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ മാക്സിമം വെലോസിറ്റി സെൻറ്റർ ലൈനിലും ആയിരുന്നു പൈപ്പ് ഫ്ലോയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ നേരെ മറിച്ച് ഓപ്പൺ ചാനൽ ഫ്ലോയിലോട്ട് വരുന്ന സമയത്ത് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇറഗുലർ, അല്ല നോൺ യൂണിഫോം വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ഇതിൽ വരുന്നത്. ഒരുപാട് ഡിറ്റർമിനിങ് ഫാക്ടേഴ്സ് ഉണ്ട്, ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ലേറ്റർ. ആൻഡ് പൈപ്പ് ഫ്ലോയിൽ പറഞ്ഞാൽ മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സെൻറ്റർ ലൈനിലായിരുന്നു കിട്ടിയിരുന്നത്. ഈ ഓപ്പൺ ചാനലിലോട്ട് വരുന്ന സമയത്ത് മാക്സിമം വെലോസിറ്റി പറഞ്ഞത് ഈ ഒരു ഫ്രീ സർഫസിനെക്കാട്ടി ജസ്റ്റ് ബിലോ ആയിട്ടാണ് നമുക്ക് മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക. ഓക്കെ, വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അടുത്ത ടോപ്പിക്ക്, ടെർമിനോളജി ഇൻ ഓപ്പൺ ചാനൽ ഫ്ലോ. ഓപ്പൺ ചാനൽ ഫ്ലോസിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് ടെർമിനോളജീസ്. ഓക്കെ, ഇവിടെ രണ്ട് വ്യൂസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ ഒരു ട്രപ്പിസോയിഡലാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ വരച്ചിരിക്കുന്ന ഒരു ജനറൽ ഫിഗറാണ്. ഓക്കെ, അല്ലാതെ ഒരു ട്രപ്പിസോയിഡലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗർ അല്ല ഇവിടെ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് എന്തൊക്കെയാണ് വരച്ചിരിക്കുന്നത് ഇവിടെ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ട്രപ്പിസോയിഡൽ ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ ഒരു ഡയറക്ഷനിൽ നോക്കുന്ന സമയത്ത്, ഓക്കെ, ഈ ഒരു ഏരിയ കറസ്പോണ്ടിങ് ഏരിയ ഈ ഒരു ഡയറക്ഷനിൽ നോക്കുന്ന സമയത്ത് അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നതിന് ഈ ഒരു ചാനലിൻ്റെ കറസ്പോണ്ടിങ് ക്രോസ് സെക്ഷൻ. ഇപ്പം ഇതാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ട്രപ്പിസോയിഡലായിരിക്കും. ഇവിടെ ഞാനിത് ജനറലായിട്ട് വരച്ചതാണ്. ഇതായിരിക്കും അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഏരിയയാണ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ടെർമിനോളജീസ്. ഫസ്റ്റ് വൺ, ഡെപ്ത് ഓഫ് ഫ്ലോ. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോവസ്റ്റ് പോയിൻ്റ് ഓഫ് ചാനൽ സെക്ഷൻ ആൻഡ് ഫ്രീ സർഫസ് ഈസ് കോൾഡ് ഡെപ്ത് ഓഫ് ഫ്ലോ. അതായത് ലോവസ്റ്റ് ചാനൽ സെക്ഷൻ എന്ന് പറയുന്നത് ചാനൽ ബെഡാണ്. ഇതാണ് അതിൻ്റെ ലോവസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണെങ്കിൽ ഈ ഒരു കേസ് ഇതാണ് അതിൻ്റെ ലോവസ്റ്റ് എന്ന് പറയുന്നത്.
ഓക്കെ, അവിടുന്ന് ആ ഫ്രീ സർഫസിലോട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ശ്രദ്ധിക്കണം, ഞാൻ ഇവിടെ പറയുന്നത് ഡയറക്റ്റ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. അതാണ് ഡെപ്ത് ഓഫ് ഫ്ലോ, അല്ലെങ്കിൽ ഞാൻ ഈ വൈ പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോവസ്റ്റ് പോയിന്റ് ഓഫ് ചാനൽ സെക്ഷൻ ആൻഡ് ഫ്രീ ലിക്വിഡ് സർഫസ്. ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നേരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അതാണ് ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. അടുത്തത് ഡെപ്ത് ഓഫ് ഫ്ലോ സെക്ഷൻ ഡി. ഇറ്റ് ഈസ് ദ ഡെപ്ത് ഓഫ് ലിക്വിഡ് ടു ദി ചാനൽ ബെഡ് ഫ്രം ദ ഫ്രീ സർഫസ് മെഷേർഡ് നോർമൽ ടു ഫ്ലോ ഡയറക്ഷൻ. ചാനൽ ബെഡ് എന്ന് ഫ്രീ സർഫസിലോട്ടിലെ ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഫ്ലോ ഡയറക്ഷൻ, ഇതാണ് ഫ്ലോ ഡയറക്ഷൻ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആ ഒരു ഡിസ്റ്റൻസാണ് ഡെപ്ത് ഓഫ് ഫ്ലോ സെക്ഷൻ എന്ന് പറയുന്നത്. ഡെപ്ത് ഓഫ് ഫ്ലോയും ഡെപ്ത് ഓഫ് ഫ്ലോ സെക്ഷനും ഡിഫറെൻ്റ് ആണ്. ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഈ ഒരു ബെഡ് എന്നുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ഫ്രീ സർഫസിലോട്ടില്ലേ. ഡെപ്ത് ഓഫ് ഫ്ലോ സെക്ഷൻ എന്ന് വെച്ചാൽ ബെഡിൽ നിന്ന് ആ ഫ്രീ സർഫസിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഈ ഒരു ഫ്ലോ ഡയറക്ഷന് നോർമലായിരിക്കും. ഓക്കെ, ഇതാണ് ഫ്ലോ ഡയറക്ഷൻ, അതിനായിട്ട് ആംഗിൾ 90 ഡിഗ്രി ഫോം ചെയ്യും. ഇവിടെ ഡി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇനി ചാനൽ ബെഡിൻ്റെ സ്ലോപ്പ് ഞാൻ ഇവിടെ ഐ കാണിച്ചിട്ടുണ്ട്. മീൻസ് ആ ബെഡ് ഹൊറിസോണ്ടലായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ ഐ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? സെയിം, ഇവിടെയുള്ള സെയിം ഐ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വൈയും ഡിയും തമ്മിലുള്ള റിലേഷൻ വൈ ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു കോസ് ഐ എന്ന് കിട്ടും. ഐ എന്ന് വെച്ചാൽ ആംഗിൾ വിച്ച് ദ ചാനൽ ബെഡ് മേക്സ് വിത്ത് ഹൊറിസോണ്ടൽ, ഈ ഒരു ആംഗിൾ. നോർമലി ഈ ഐ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആംഗിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കോസ് ഐ എന്തായിരിക്കും? അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു 1 വരും, വളരെ സ്മോൾ വാല്യൂ ആണെങ്കിൽ. അങ്ങനെ ആവുന്ന സമയത്ത് ആ ഡിയും വൈയും എന്തായിരിക്കും? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. ഡീൻ്റെ വാല്യൂം വൈൻ്റെ വാല്യൂം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. വെരി സ്മോൾ വാല്യൂസ് ഓഫ് ഐ സ്ലോപ്പ്. നമ്മൾ പ്രാക്ടിക്കൽ കേസിലൊക്കെ സ്ലോപ്പ് എന്ന് പറഞ്ഞത് വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് ഡിയും വൈയും ഈക്വലായിട്ട് എടുക്കും. അതായത് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിട്ട് എടുക്കുക? ഡീൻ്റെയും വൈൻ്റെയും വാല്യൂ സെയിം ആയിട്ട് എടുക്കുക. ബിക്കോസ് ഐ ഈസ് വെരി വെരി സ്മോൾ. അടുത്തത് ടോപ്പ് വിഡ്ത്ത്. ഇറ്റ് ഈസ് ദ വിഡ്ത്ത് ഓഫ് ചാനൽ സെക്ഷൻ അറ്റ് ദ ഫ്രീ ലിക്വിഡ് സർഫസ്. ഇതാണ് ഒരു ട്രപ്പിസോഡിൽ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ ഇത്ര പേരാണ് ഇതിൽ ലിക്വിഡ് ഇല്ല. ഓക്കെ, ഇതിൻ്റെ കറസ്പോണ്ടിങ് ഈ ഒരു ഡയറക്ഷനിൽ നോക്കിയാൽ വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലിക്വിഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇത്ര പേരാണ്. ഇത്ര പേരാണ് ലിക്വിഡ് ലെവൽ. ബോട്ടത്തിൽ നിന്ന് ഈ ഒരു ലെവൽ വരെയാണ് ലിക്വിഡ് ഉള്ളത്. ആ ഒരു ടോപ്പ് സർഫസിൻ്റെ വിഡ്ത്ത്, അതാണ് ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത്. വിഡ്ത്ത് ഓഫ് ചാനൽ സെക്ഷൻ അറ്റ് ഫ്രീ ലിക്വിഡ് സർഫസ്. ഇവിടെയാണ് ഫ്രീ ലിക്വിഡ് സർഫസ്, ഇതിൻ്റെ ഒരു വിഡ്ത്ത്. അല്ലാണ്ട് ഈ ചാനലിൻ്റെ ഈ ഒരു വിഡ്ത്ത് അല്ല ഉദ്ദേശിക്കുന്നത്. ലിക്വിഡ് സർഫസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു വിഡ്ത്ത്, അതാണ് ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ ഇവിടുന്നോട്ട് ഇവിടം വരെ, അല്ലാണ്ട് ഈ ഒരു എൻഡിൽ നിന്ന് ഈ ഒരു എൻഡിലോട്ടുള്ള ഡിസ്റ്റൻസ് അല്ല പറയുന്നത്. ഇനി ഒരു റെക്റ്റാങ്കുലർ ചാനലാണെങ്കിലോ അതിൻ്റെ ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ചാനൽ വിഡ്ത്തിന് കറസ്പോണ്ടിങ് ആയിരിക്കും. നേരെ മറിച്ച് ട്രപ്പിസോഡിലോട്ട് വരുന്ന സമയത്ത് അത് മാറും. ഇതാണ് ഇതിൻ്റെ ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത്, ആ ലിക്വിഡ് സർഫസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വിഡ്ത്ത്. അടുത്തത് വെറ്റഡ് പെരിമീറ്റർ. ഇറ്റ് ഈസ് ദി ലെങ്ത് ഓഫ് ദി ചാനൽ ബൗണ്ടറി, sides and base of the channel which comes in direct contact with the flowing water at any section. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ക്രോസ് സെക്ഷൻ എടുക്കുന്നത്, അതിൻ്റെ വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവർ കൺസിഡർ ചെയ്യുന്ന ക്രോസ് സെക്ഷനിൽ ലിക്വിഡ് കോണ്ടാക്ട് വരുന്ന അതിൻ്റെ ബൗണ്ടറി ഉണ്ടാവും. മീൻസ് ലിക്വിഡ് കോണ്ടാക്ട് വരുന്ന ബൗണ്ടറി എന്ന് വെച്ചാൽ ഇവിടെ നിന്നോട്ട് ഇവിടെ വരെ വന്നിട്ട് ഇവിടെ വരില്ല, ഇത് അതാണ് ലിക്വിഡ് കോണ്ടാക്ട് വരുന്ന ബൗണ്ടറി. ടോപ്പിലത് ഫ്രീ സർഫസ് ആണ്. ഓക്കെ, അത് ആ ബൗണ്ടറിയുടെ ലെങ്ത്താണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ഡിസ്റ്റൻസ് പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസ് പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസ്, അതാണ് അതിൻ്റെ പെരിമീറ്റർ. റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഈ ഒരു വൈ പ്ലസ് ഈ ഒരു ബി പ്ലസ് ഈ ഒരു വൈ, അതായത് ബി പ്ലസ് 2y, അതാണ് വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അടുത്തത് ഹൈഡ്രോളിക് റേഡിയസ്. അല്ലെങ്കിൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറയും. അത് ഏതിൻ്റെ റേഷ്യോ ആണ്? ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ഫ്ലോ നോർമൽ ടു ഫ്ലോ ഡയറക്ഷൻ. അതായത് ആ ഒരു ചാനലിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ നോർമൽ ടു ഫ്ലോ ഡയറക്ഷൻ, അതായത് ഇത്ര പേർ ഏരിയ, ഈ ഒരു ഫ്രീ സർഫസിന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു ഏരിയ
അത് ഡിവൈഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ. ആ ഒരു റേഷ്യോ ആണ് ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയുന്നത്. അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ ഡിവൈഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ. ഇനി ഹൈഡ്രോളിക് ഡെപ്ത്, അത് ആരാ റേഷ്യോ ആണ്? ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ഫ്ലോ നോർമൽ ടു ഫ്ലോ ഡയറക്ഷൻ ഡിവൈഡ് ബൈ ടോപ്പ് വിഡ്ത്ത്. ഈ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ ഡിവൈഡ് ബൈ ഈ ടോപ്പ് വിഡ്ത്ത് ടി, എ ബൈ ടി, അതാണ് ഹൈഡ്രോളിക് ഡെപ്ത്. ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയുന്നത് ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ ആണ്. ഹൈഡ്രോളിക് ഡെപ്ത് എന്ന് പറയുന്നത് ഏരിയ ബൈ ടോപ്പ് വിഡ്ത്ത്. ഹൈഡ്രോളിക് റേഡിയസിന് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്നും കൂടെ പറയും. ഓക്കെ, ഹൈഡ്രോളിക് റേഡിയസിന് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്നും കൂടെ പറയുന്നുണ്ട്. ഡിനോട്ട് ചെയ്യുന്നത് R അല്ലെങ്കിൽ M എന്നുള്ള സിമ്പിൾ വെച്ചിട്ടും ഹൈഡ്രോളിക് റേഡിയസിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഹൈഡ്രോളിക് ഡെപ്ത് ഡിനോട്ട് ചെയ്യുന്നത് D. ഓക്കെ, ചിലപ്പം ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾസ് മാറാം, പക്ഷേ കൺസെപ്റ്റ് ഇതാണ്. ഇനി ഒരു റെക്റ്റാങ്കുലർ ചാനൽ അത് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വാല്യൂസൊക്കെ എങ്ങനെ വരുന്നു നോക്കാം. ചാനൽ Y, ഈ ഒരു Y ഡെപ്തിലാണ് ലിക്വിഡ് ഉള്ളത്. അതിൻ്റെ ബേസ് വിഡ്ത്ത് B ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ത് വരും? കറസ്പോണ്ടിങ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? B ഇൻറ്റു Y ആയിരിക്കും. വെറ്റഡ് പെരിമീറ്റർ എന്ന് വെച്ചാൽ Y പ്ലസ് B പ്ലസ് Y, അതായത് B പ്ലസ് 2Y. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ് ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ BY ഡിവൈഡ് ബൈ B പ്ലസ് 2Y ആയിരിക്കും വാല്യൂ വരുന്നത്. ഇതിൻ്റെ ടോപ്പ് വിഡ്ത്ത് റെക്റ്റാങ്കുലർ ആയതുകൊണ്ട് ആ ബേസ് വിഡ്ത്ത് തന്നെയായിരിക്കും ടോപ്പ് വിഡ്ത്ത് എന്നും പറയുന്നത്. അത് B ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രോളിക് ഡെപ്ത് എന്താ വരുന്നത്? ഏരിയ ബൈ ടോപ്പ് വിഡ്ത്ത്, ഏരിയ BY ഡിവൈഡ് ബൈ V എന്ത് വരും? Y വരും. ഇങ്ങനെയാണ് ഡിഫറെൻറ്റ് വാല്യൂസ് റെക്റ്റാങ്കുലർ ചാനലിന് വരുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് ഓപ്പൺ ചാനൽസ്. ഇവിടെ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പൺ ചാനൽസ് ആണ്. ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഷേപ്പ്. Based on the shape, the open channels are classified as rectangular, triangular, trapezoidal, circular, parabolic and compound channel. നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും. ഷേപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഷേപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എങ്ങനെയാണ് വരുന്നത് അതിനെ ഡിപ്പെൻഡ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. റെക്റ്റാങ്കുലർ ഉണ്ട്, ട്രപ്പിസോയിഡൽ ഉണ്ട്, ട്രയാങ്കുലർ ഉണ്ട്, സർക്കുലർ. സർക്കുലറിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ല, പാർഷ്യലി ഫിൽഡ് ആണ്. എന്നാൽ മാത്രമേ അത് ഓപ്പൺ ചാനൽ ആവുന്നുള്ളൂ. അതേപോലെ പാരാബോളിക് ഉണ്ടാകും. കോമ്പൗണ്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒന്നിൽ കൂടുതൽ കോമ്പിനേഷൻ വരുന്നത്. അതാണ് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഷേപ്പ്. അടുത്തത് ഓപ്പൺ ചാനൽ ക്യാൻ ബി എയ്തർ നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ. ഒന്നിക്കൽ ഇത് നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന എർത്തിൽ നാച്ചുറലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാവാം. അതാണ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. ആർട്ടിഫിഷ്യൽ ഓപ്പൺ ചാനൽസ് ആർ ചാനൽസ് ഡെവലപ്ഡ് ബൈ മെൻ. ദേ ആർ യൂഷ്വലി ഡിസൈൻഡ് വിത്ത് റെഗുലർ ജിയോമെട്രിക്കൽ ഷേപ്സ്. എക്സാമ്പിൾ ഇറിഗേഷൻ കനാൽ, ലബോറട്ടറി ഫ്ലൂംസ്, കൾവേർട്സ് എക്സെട്ര. ആർട്ടിഫിഷ്യൽ ചാനൽസ് മാൻമെയ്ഡ് ആണ്. ഓക്കെ, ഹ്യൂമൻ ബീയിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ആർട്ടിഫിഷ്യൽ ചാനൽസ് പർട്ടിക്കുലർ അപ്ലിക്കേഷന് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഇറിഗേഷൻ പർപ്പസ് അങ്ങനെയൊക്കെ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഫീച്ചർ എന്തായിരിക്കും? ഇവിടെ കാണിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യലാണ്. അതിൻ്റെ ആ ഒരു മാൻമെയ്ഡിൻ്റെ ആ ഒരു ജോമെട്രിയിൽ നിന്ന് വിത്ത് റെഗുലർ ജോമെട്രി ആയിരിക്കും. ചിലപ്പോൾ ട്രപ്പിസോയിഡൽ ആവാം, അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ആവാം. ഓക്കെ, നോർമലി ആർട്ടിഫിഷ്യൽ ചാനൽസൊക്കെ റെഗുലർ ജോമെട്രിക്കൽ ഷേപ്പ് ഉള്ളതായിരിക്കും. ഇനി Natural open channel include all channels that exist naturally on earth. അതായത് നാച്ചുറൽ ചാനൽസ് പറഞ്ഞാൽ എർത്തിൽ നാച്ചുറലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ റിവേഴ്സ്, അതിൻ്റെ ഈ ഷേപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതെന്താണ്? ഒരു നാച്ചുറൽ ചാനലാണ്. ഇതിൻ്റെ ബൗണ്ടറി, സൈഡ് ബൗണ്ടറി ഒക്കെ റെഗുലർ ആയിരിക്കുമോ? അല്ല, അതെന്ന് പറഞ്ഞാൽ ഇറഗുലർ ആയിരിക്കും അതിൻ്റെ ഷേപ്പ് എന്നൊക്കെ പറയുന്നത്. അതാണ് നാച്ചുറൽ ഓപ്പൺ ചാനൽ എന്ന് പറയുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ചേഞ്ച് ഇൻ സ്ലോപ്പ് ആൻഡ് ക്രോസ് സെക്ഷൻ. അതിൽ ഫസ്റ്റ് വൺ പ്രിസ്മാറ്റിക് ചാനൽ. എ ചാനൽ ഇൻ വിച്ച് ദ ക്രോസ് സെക്ഷണൽ ഷേപ്പ് ആൻഡ് ബെഡ് സ്ലോപ്പ് ആർ കോൺസ്റ്റൻറ്റ് ഈസ് ടേംഡ് ആസ് പ്രിസ്മാറ്റിക് ചാനൽ. മോസ്റ്റ് ഓഫ് ദി മാൻ-മെയ്ഡ് ചാനൽസ് ആർ പ്രിസ്മാറ്റിക് ചാനൽസ് ഓവർ ലോങ് സ്ട്രെച്ചസ്. പ്രിസ്മാറ്റിക് ചാനൽസിൻ്റെ ഫീച്ചർ എന്താണ്? ക്രോസ് സെക്ഷണൽ ഷേപ്പ് അതേപോലെ ബെഡ് സ്ലോപ്പ് അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും.
ഒരു കൺസിഡർ ചെയ്യുന്ന ഒരു ലെങ്ത്തിലോട്ട്, പർട്ടിക്കുലർ ലോങ് ലെങ്ത്തിലോട്ട് അതിൻ്റെ ബെഡ് സ്ലോപ്പ് മീൻസ് ഈ ഒരു ഇതാണ് ബെഡ്, അതിന് ഹൊറിസോണ്ടലായിട്ടൊരു സ്ലോപ്പ് ഉണ്ടാവും. ഇവിടെ ഫോം ചെയ്യുന്ന ഒരു ആംഗിൾ, നേരത്തെ പറഞ്ഞ ഐ എന്ന് പറഞ്ഞ ആംഗിൾ, അത് കുറേ ലെങ്ത്തിലോട്ട് എന്തായിരിക്കും സെയിം ബെഡ് സ്ലോപ്പ് ഉണ്ടാവും. അതേപോലെ ക്രോസ് സെക്ഷൻ ഞാനിപ്പോൾ 1-ൽ അതേപോലെ 2-ൽ 3-ൽ എല്ലാ സ്ഥലത്തും ക്രോസ് സെക്ഷൻ ചെക്ക് ചെയ്യുന്നത്, എല്ലാ സ്ഥലത്തും സെയിം ക്രോസ് സെക്ഷൻ. ഇപ്പം റെക്റ്റാങ്കിൾ, ഇവിടെ റെക്റ്റാങ്കിൾ ആണെങ്കിൽ സെയിം പ്യുവർ റെക്റ്റാങ്കിൾ തന്നെയായിരിക്കും ഇവിടെയും ഉണ്ടാവുക. അത്തരം ചാനൽസാണ് പ്രിസ്മാറ്റിക് ചാനൽസ്. ബെഡ് സ്ലോപ്പും ഒരുപാട് ലെങ്ത്തിലോട്ട് സെയിം ആയിരിക്കും. അതേപോലെ അതിൻ്റെ ക്രോസ് സെക്ഷനും യാതൊരു ചേഞ്ചസും ഉണ്ടാവുന്നില്ല. എക്സാമ്പിളായിട്ട് മാൻമെയ്ഡ് ചാനൽസ്, മോസ്റ്റ് ഓഫ് ദി മാൻമെയ്ഡ് ചാനൽസ് പർട്ടിക്കുലർ ജിയോമെട്രി വെച്ചിട്ട് ചെയ്യുന്നതാണ്. അതെന്തായിരിക്കും പ്രിസ്മാറ്റിക് ചാനലിന് എക്സാമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസിഫിക്കേഷൻ എന്തായിരിക്കും? നോൺ പ്രിസ്മാറ്റിക് ചാനൽസ്. അതിലെന്ത് ചെയ്യുന്നുണ്ടാവും? ഈ ബെഡ് സ്ലോപ്പ് അതേപോലെ ആ ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. നോൺ പ്രിസ്മാറ്റിക് ചാനൽസ്, ഇഫ് ദി ക്രോസ് സെക്ഷൻ ഓഫ് ദ ചാനൽ ഈസ് നോൺ യൂണിഫോം ഓർ ബെഡ് സ്ലോപ്പ് ഈസ് നോൺ കോൺസ്റ്റൻറ്റ്, ഇറ്റ് ഈസ് കോൾഡ് നോൺ പ്രിസ്മാറ്റിക് ചാനൽ. നാച്ചുറൽ ചാനൽസ് ആർ യൂഷ്വലി നോൺ പ്രിസ്മാറ്റിക് ചാനൽസ്. ഇവിടെ ഇപ്പം ബെഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ സ്ലോപ്പ് സെയിം ആണോ? ഓരോ സ്ഥലത്തും എന്താണ് ഡിഫറെൻറ്റ് സ്ലോപ്പാണ്. അതേപോലെ ഓരോ 1, 2, 3 എന്നില്ല അവിടെയുള്ള സെക്ഷൻ, ഈ ഒരു ഡയറക്ഷനിൽ വ്യൂ ചെയ്യുന്ന സമയത്തുള്ള സെക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ഒരു സെക്ഷൻ അടുത്തിലോട്ട് വരുന്ന സമയത്ത് എന്തുണ്ട്? സം ഇറഗുലാരിറ്റീസ് സെക്ഷനിൽ വരുന്നുണ്ട്. ഓക്കെ, സെക്ഷൻ 1-ലില്ല സെയിം സെക്ഷൻ ആയിരിക്കില്ല 2-ൽ ഉണ്ടാവുക. 3-ലെത്തുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പ്, ബൗണ്ടറിയിലെ ഷേപ്പിന് ചേഞ്ച് വരുന്നുണ്ടാവും. അത്തരം ചാനൽസ് എന്താണ്? നോൺ പ്രിസ്മാറ്റിക് ചാനൽസ് ആണ്. അടുത്ത ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ബൗണ്ടറി ക്യാരക്ടറിസ്റ്റിക്സ്. ബൗണ്ടറി ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചിട്ട് രണ്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, റിജിഡ് ബൗണ്ടറി ചാനലും മൊബൈൽ ബൗണ്ടറി ചാനലും. എന്താണ് റിജിഡ് ബൗണ്ടറി ചാനൽ? റിജിഡ് ബൗണ്ടറി ചാനൽസ് ആർ ദോസ് ഇൻ വിച്ച് ബൗണ്ടറി ഈസ് നോട്ട് ഡീഫോമബിൾ, മീൻസ് ചേഞ്ച് ചെയ്യുന്നില്ല, ഡീഫോം ചെയ്യുന്നില്ല. ഇൻ റിജിഡ് ബൗണ്ടറി ചാനൽ മെറ്റീരിയൽ ഓൺ ദ ബെഡ് ആൻഡ് സൈഡ് ഓഫ് ദ ചാനൽ ഈസ് നോട്ട് ഈസിലി മൂവബിൾ. എക്സാമ്പിൾ കോൺക്രീറ്റ് ലൈൻഡ് കനാൽ. ഇവിടെ ഞാനൊരു റിജിഡ് ബൗണ്ടറി ചാനൽ കാണിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൈഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ബെഡ് ബോട്ടം അവിടെ ഒന്നും ബൗണ്ടറിക്ക് ചേഞ്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ബൗണ്ടറി ഡീഫോം ചെയ്യുന്നില്ല ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അത്തരം ചാനൽ എന്താണ്? റിജിഡ് ബൗണ്ടറി ചാനലാണ്, മീൻസ് നോട്ട് ഡീഫോമബിൾ. ഈ ബൗണ്ടറി കുറേ കാലത്തേക്ക് എന്താണ് ഫ്ലോ നടക്കുന്ന സമയത്ത് ബൗണ്ടറിക്ക് ഒരു ചേഞ്ച് ഉണ്ടാകുന്നില്ല, ബൗണ്ടറി അതേമാതിരി തന്നെ അവിടെ ഉണ്ടാവും. എക്സാമ്പിൾ കോൺക്രീറ്റ് ലൈൻഡ് കനാൽ. ഇനി മൂവബിൾ ബൗണ്ടറി ചാനൽ. എ ചാനൽ ഈസ് സെഡ് ടു ബി മൊബൈൽ ബൗണ്ടറി ചാനൽ ഇഫ് the material on the bed and sides of the channel is loose and easily movable due to flow of water. ഇവിടെ ഞാൻ ഒരു മൊബൈൽ ബൗണ്ടറി ചാനൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിലിപ്പം വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്, കുറേ കാലം ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ബൗണ്ടറി, ആ വാട്ടർ ഫ്ലോ ചെയ്യുന്ന എഫക്റ്റ് കൊണ്ട് ഈ ബൗണ്ടറി എന്നൊക്കെ എന്ത് ലൂസ് ബൗണ്ടറി ആണെങ്കിൽ ഇവിടുന്ന് ആ മെറ്റീരിയൽസ് അതിൻ്റെ കൂടെ ഫ്ലോൻ്റെ അപ്പുറം പോകുന്നുണ്ടാവും. മീൻസ് എന്താ? ആ ബൗണ്ടറിക്ക് ചേഞ്ച് അവിടെ സംഭവിക്കും. അത് ലൂസ്, ഇതിൻ്റെ ബൗണ്ടറിയൊക്കെ ലൂസ്ലി ബൗണ്ടഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ആ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത്, വാട്ടർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ ബൗണ്ടറിക്ക് ചേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ ഡീഫോർമേഷൻ സംഭവിക്കുന്നത്. അത്തരം ബൗണ്ടറീസിന് എന്ത് പറയും? മൊബൈൽ ബൗണ്ടറി ചാനൽസ് എന്ന് പറയും. ഓക്കെ, ഇതിപ്പം കോൺക്രീറ്റ് ലൈൻഡ് അത്തരം കേസൊക്കെയാണ് നോർമലി ഈ റിജിഡ് ബൗണ്ടറി ചാനലായിട്ടുണ്ടാവുക. ബാക്കി മെജോറിറ്റി നാച്ചുറൽസ് അതിലൊക്കെ എന്തായിരിക്കും? ബൗണ്ടറിക്ക് ചേഞ്ച് സംഭവിക്കാം. അടുത്തത് ടൈപ്സ് ഓഫ് ഓപ്പൺ ചാനൽ ഫ്ലോസ്. ഇപ്പം ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് ഓപ്പൺ ചാനൽസ് ആണ്. ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടൈപ്സ് ഓഫ് ഓപ്പൺ ചാനൽ ഫ്ലോസ്. ക്ലാസിഫിക്കേഷൻസ് വരുന്നത് സ്റ്റഡി ഫ്ലോ ആൻഡ് അൺസ്റ്റഡി ഫ്ലോ, യൂണിഫോം ഫ്ലോ ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ, ലാമിനാർ ഫ്ലോ ആൻഡ് ടർബുലന്റ് ഫ്ലോ, ദെൻ സബ് ക്രിറ്റിക്കൽ, ക്രിറ്റിക്കൽ ആൻഡ് സൂപ്പർ ക്രിറ്റിക്കൽ ഫ്ലോ. ഫസ്റ്റത്തത് സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ. സ്റ്റഡി ഫ്ലോ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പൈപ്പ് ഫ്ലോയിലൊക്കെ എന്താണ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ചിട്ട് പ്രോപ്പർട്ടീസ് വേരിയേഷൻ ഇല്ല, അതാണ് സ്റ്റഡി. അവിടെ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്ന ടൈമാണ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത്. ഫ്ലോ ഇൻ ഓപ്പൺ ചാനൽ ഈസ് സെഡ് ടു ബി സ്റ്റഡി ഇഫ് ദി ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ഡെപ്ത് ഓഫ് ഫ്ലോ, ഫ്ലോ വെലോസിറ്റി ആൻഡ് ഡിസ്ചാർജ് അറ്റ് എനി ക്രോസ് സെക്ഷൻ ഡു നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം.
ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു ക്രോസ് സെക്ഷൻ ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇപ്പം ഇവിടെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ക്രോസ് സെക്ഷൻ. അവിടെയില്ല ഡെപ്ത് ഓഫ് ഫ്ലോ, അതേപോലെ ഫ്ലോ വെലോസിറ്റി ആൻഡ് ഡിസ്ചാർജ് ഇതൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ടൈം ചേഞ്ച് ചെയ്തുകൊണ്ട് എടുക്കുന്നുണ്ട്. എന്താണ്? സ്റ്റഡി ഫ്ലോ ആണ്. മാത്തമാറ്റിക്കലി എങ്ങനെ പറയാം? ഡോ വൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 0, ഡോ വി ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 0, ഡോ ക്യൂ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 0. വൈ എന്ന് വെച്ചാൽ ഡെപ്ത് ഓഫ് ഫ്ലോ, വി വെലോസിറ്റി ഓഫ് ഫ്ലോ, ക്യൂ ഡിസ്ചാർജ്. ഇവിടെ ടൈം ചേഞ്ച് ചെയ്യും. ഡോ ടി 0 അല്ല, ടൈം ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. പക്ഷേ എന്താണ്? ഡോ വൈ എന്ന് പറയുന്നത് 0 ആണ്, ഡോ വി എന്ന് പറയുന്നത് 0 ആണ്, ഡോ ക്യൂ എന്ന് പറയുന്നതും 0 ആണ്. ഓക്കെ, അത്തരം ഫ്ലോ സ്റ്റഡി ഫ്ലോ ആണ്. അപ്പോൾ ഞാനിപ്പം ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ടൈം ടിയിൽ അവിടെയില്ല ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് y1 ആണ്. ടൈം ചേഞ്ച് ചെയ്ത് T2 ആയി. സെയിം ക്രോസ് സെക്ഷനിൽ എന്ത് തന്നെ ആയിരിക്കും? y1 തന്നെ ആയിരിക്കും ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. അത്തരം ഫ്ലോ എന്താണ്? സ്റ്റഡി ഫ്ലോ ആണ്. ഓക്കെ, ഇതിപ്പം ഈ ഒരു ക്രോസ് സെക്ഷൻ മാറി ഞാൻ വേറൊരു ക്രോസ് സെക്ഷൻ എടുക്കുന്നത്. അവിടെ y1 ആവണം എന്നില്ല. ഇപ്പോൾ ഇവിടെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ചിലപ്പം y2 ആയിരിക്കും ഉണ്ടാവില്ല. ഓക്കെ, പക്ഷേ ഇപ്പം ടൈം T1 നിന്ന് T2 പോകുന്ന സമയത്ത് ഇവിടെ ആ y2, ഇവിടെയും ആ സെയിം y2 തന്നെ ഉണ്ടാവും. ഓക്കെ, ഇപ്പം ഈ ഒരു ക്രോസ് സെക്ഷനിൽ y2 ആണ് T1 അല്ലെങ്കിൽ T2 ടൈമിലോട്ട് പോകുന്ന സമയത്ത് ആ സെയിം ക്രോസ് സെക്ഷനിൽ എന്തായിരിക്കും? y2 തന്നെ ആയിരിക്കും. ഓക്കെ, ടൈമിനനുസരിച്ചിട്ട് ഏതെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്രോസ് സെക്ഷനിൽ ഈ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാം. പക്ഷേ ടൈമിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല. അതാണ് സ്റ്റഡി. അങ്ങനെയാണെങ്കിൽ അൺസ്റ്റഡി ഫ്ലോ എന്തായിരിക്കും? The flow is said to be unsteady when the flow parameters such as depth of flow, flow velocity and discharge at any section changes with respect to time. ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. മാത്തമാറ്റിക്കലി എങ്ങനെ പറയാം? ഡോ വൈ ബൈ ഡോ ടി നോട്ട് ഈസ് ഈക്വൽ ടു 0, ഡോ വി ബൈ ഡോ ടി നോട്ട് ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഡോ ക്യൂ ബൈ ഡോ ടി നോട്ട് ഈസ് ഈക്വൽ ടു 0. കാരണം ദർ ഈസ് ചേഞ്ച് ഇൻ വൈ, വി ആൻഡ് ക്യൂ. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം ടൈം T1 ഇതായിരുന്നു ഡെപ്ത് ഓഫ് ഫ്ലോ. ടൈം ചേഞ്ച് ചെയ്തു ഈ ഒരു സെയിം സെക്ഷനിൽ തന്നെ. സെയിം സെക്ഷനിൽ ടൈം ചേഞ്ച് ചെയ്ത് T2 ആവുന്ന സമയത്ത് ഇത്ര പേരായി. ഓക്കെ, ഇനി T3 ആവുന്ന സമയത്ത് ഡെപ്ത് ഓഫ് ഫ്ലോ ചേഞ്ച് വന്നു. മീൻസ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ക്രോസ് സെക്ഷനിൽ എന്തായി? ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫ്ലോ എന്താണ്? അൺസ്റ്റഡി ഫ്ലോ ആണ്. സ്റ്റഡി ഓർ അൺസ്റ്റഡി എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നതിന് സമയത്ത് പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യാം. ബട്ട് ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് പ്രോപ്പർട്ടീസിന് ചേഞ്ച് ഇല്ല. ഇനി യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ. യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഡിഫൈൻ ചെയ്യുന്നത് സ്പേസിൻ്റെ ടേമിലാണ്. ഓക്കെ, അല്ലെങ്കിൽ ലൊക്കേഷൻ്റെ ടേമിലാണ്. ഓപ്പൺ ചാനൽ ഫ്ലോ is said to be uniform if the depth of flow, channel bed slope and velocity of flow remains constant at every section of channel at a given time over a given length of channel. Mathematically, dou v by dou s is equal to 0 and dou y by dou s is equal to 0 and dou v by dou s is equal to 0. Means space ചേഞ്ച് ചെയ്യുക, പക്ഷേ അതിന് പ്രൊപ്പോർഷണലായിട്ട് y ആൻഡ് v ചേഞ്ച് ഉണ്ടാവില്ല. ബെഡ് സ്ലോപ്പിനൊന്നും ചേഞ്ച് ഉണ്ടാവില്ല. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിപ്പം ഒരു പർട്ടിക്കുലർ ലെങ്ത്തിന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമല്ലോ. അല്ലാണ്ട് ഫോർ എക്സാമ്പിൾ കിലോമീറ്റേഴ്സ് കണക്കിന് ഉണ്ടാകുന്ന ചാനൽസ് അത്രയും യൂണിഫോം ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു കൺസിഡറബിൾ ലെങ്ത്ത്, അതാണ് ശരിക്കും ഈ യൂണിഫോം നോൺ യൂണിഫോം ഒക്കെ പറയുന്നത്. ഇപ്പം ഞാൻ ഇത്രയും ലെങ്ത്താണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ സമയത്ത് ഇവിടെ ഈ ഒരു ലൊക്കേഷനിൽ ഈ ഒരു സെക്ഷനിൽ ഡെപ്ത്ത് y ആണ്. ആ സെയിം ഡെപ്ത്ത് തന്നെ എവിടെയുണ്ട്? അടുത്ത ലൊക്കേഷനിലുണ്ട്. ഇനി അടുത്ത ലെങ്ത്തിലോട്ട് വരുന്ന സമയത്ത് അതുകൊണ്ട് മീൻസ് ഞാൻ എന്ത് ചെയ്തു? ലൊക്കേഷൻ ചേഞ്ച് ചെയ്തു, അല്ലെ സ്പേസ് ചേഞ്ച് ചെയ്തു. ആ സമയത്ത് ആർക്ക് ചേഞ്ച് ഇല്ല? ഫ്ലോ പ്രോപ്പർട്ടീസിന് ചേഞ്ച് ഇല്ല. അത്തരം ഫ്ലോ എന്താണ്? യൂണിഫോം ഫ്ലോ ആണ്. എ യൂണിഫോം ഫ്ലോ മേ ബി എയ്തർ സ്റ്റഡി ഓർ അൺസ്റ്റഡി ഡിപ്പെൻഡിങ് ഓൺ വെദർ ദ ഫ്ലോ പാരാമീറ്റേഴ്സ് ചേഞ്ചസ് വിത്ത് ടൈം. ഓക്കെ, ഞാനിപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ നോക്കുന്ന സമയത്ത് ഇവിടെയും y ഇവിടെയും y. ഇനി ആ ടൈം ചേഞ്ച് ചെയ്തു. ആ സമയത്ത് ചിലപ്പം വാട്ടർ സർഫസ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവില്ല. മീൻസ് ഇവിടെയും y1 ആയിട്ടുണ്ടാവും, ഇവിടെയും y1 ആയിട്ടുണ്ടാവും. മീൻസ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്തില്ല? പ്രോപ്പർട്ടീസിന് ചേഞ്ച് ഇല്ല. ടൈം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ചേഞ്ച് ഉണ്ടാവാം. ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് y വാല്യൂ ആയിരിക്കും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ഇല്ല സെയിം y തന്നെ അടുത്ത ലൊക്കേഷനിലുണ്ടാവും. ഓക്കെ, അതാണ് ഇതിൻ്റെ മീനിങ്. ചിലപ്പോൾ സ്റ്റഡി ആവാം, അൺസ്റ്റഡി ആവാം. ഇനി ഇത് സ്റ്റഡിയും കൂടി ആണെങ്കിൽ, യൂണിഫോം സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ഈ y തന്നെ ആയിരിക്കും എല്ലാ ടൈമിലും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ നോൺ യൂണിഫോം എന്തായിരിക്കും?
Flow in a channel is said to be non-uniform when the depth of flow and velocity of flow varies continuously from one section to another along the length of the channel. Mathematically, dou y by dou s not is equal to 0 and dou v by dou s not is equal to 0. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നോൺ യൂണിഫോമിൽ എന്തായിരിക്കും പ്രോപ്പർട്ടീസിന് അലോങ് ദി ലെങ്ത്ത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിന് വേരിയേഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം ഫ്ലോ ഡെപ്ത് y1 ആണ്, ഞാൻ വേറൊരു ലൊക്കേഷനിലോട്ട് പോകുന്ന സമയത്ത് എന്താണ് y2 ആണ്, വേരിയേഷൻ വന്നു. ഇവിടെ രണ്ട് സ്ഥലത്തും y ആണ് യൂണിഫോം, ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്തും സെയിം പാരാമീറ്റേഴ്സാണ്, പക്ഷേ ഇവിടെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പാരാമീറ്റേഴ്സ് മാറി. നോൺ യൂണിഫോം ഫ്ലോ ആണത്. അതിനെ വേറൊരു പേരും കൂടെ പറയും വാരീഡ് ഫ്ലോ. നോൺ യൂണിഫോം ഫ്ലോ ഈസ് ഓൾസോ കോൾഡ് വാരീഡ് ഫ്ലോ. ഇനി നോൺ യൂണിഫോം ഫ്ലോന് തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ റേറ്റ് ഓഫ് വേരിയേഷൻ ഓഫ് ഫ്ലോ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്, വാരീഡ് ഫ്ലോ എന്ന് വെച്ചാൽ നോൺ യൂണിഫോം ഫ്ലോ ഈസ് ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ഗ്രാജ്വലി വാരീഡ് ഫ്ലോ ആൻഡ് റാപ്പിഡ്ലി വാരീഡ് ഫ്ലോ. എന്താണ് ഗ്രാജ്വലി വാരീഡ് ഫ്ലോ? GVF. If the depth of flow varies gradually along the length of channel, then flow is called gradually varied flow. Example, the flow upstream of dam. ഇവിടെ ഒരു ഫ്ലോ നടക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിലാണ് ഫ്ലോ നടക്കുന്നത്. അവിടെ ഒരു ഒബ്സ്ട്രക്കിൾ എന്തോ ഉണ്ട്. ഓക്കെ, ഇവിടെ യൂണിഫോം ഫ്ലോ ആണ്. മീൻസ് ഈ ഒരു ഡെപ്ത് സെയിം ഡെപ്ത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതിനുശേഷം ഈ ഒരു ഡാം, ഇപ്പം ഡാമാണ് ഇതെങ്കിൽ അതിനത് ക്രോസ് ചെയ്തിട്ട് പോകണം, അല്ലെങ്കിൽ ഒരു വലിയ റോക്ക് ഉണ്ട് അതിനത് ക്രോസ് ചെയ്തിട്ട് പോകണം. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടുന്ന് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് ഈ ഒരു ലൊക്കേഷനിലോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഇപ്പം ഇവിടെ y1 ആണെങ്കിൽ ഇവിടെ അത് y2 ആയി മാറിയിട്ടുണ്ടാവും, ആ ഫ്ലോ ഡെപ്ത് എന്ന് പറയുന്നത്. പക്ഷെ അത് ഗ്രാജുവലി ഒരുപാട് ഡിസ്റ്റൻസിലാണ് ആ വേരിയേഷൻ വരുന്നുണ്ടാവുക. ചിലപ്പോൾ കിലോമീറ്റേഴ്സ് തന്നെ എടുക്കാം. നമുക്ക് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ യൂണിഫോം ഫ്ലോ ആയിട്ടായിരിക്കും തോന്നുന്നുണ്ടാവുക, പക്ഷേ സ്ലൈറ്റ് ആയിട്ടുള്ള വേരിയേഷൻ ഉണ്ടാവും. അത്തരം ഫ്ലോ ആണ് ഗ്രാജുവലി വാരിയഡ് ഫ്ലോ. മീൻസ് ഈ ഒരു ഹൈറ്റ് വേരിയേഷൻ ഇവിടെ ഇപ്പം y1 ആണെങ്കിൽ ഇവിടെ എത്തുന്ന സമയത്ത് y2, ആ ഒരു വേരിയേഷൻ സംഭവിക്കുന്നത് ലാർജ് ലെങ്ത്തിലാണ്. ലെങ്ത്ത് മീൻസ് ഫ്ലോ ഡയറക്ഷനിൽ കൺസിഡറൻസ് ആ ലെങ്ത്തിൽ ലാർജ് ഡിസ്റ്റൻസിലാണ് ആ വേരിയേഷൻ സംഭവിക്കുന്നതെങ്കിൽ അത്തരം ഫ്ലോനെ ഗ്രാജുവലി വേരിയഡ് ഫ്ലോ എന്ന് പറയും. ഇനി ഈ ഒരു ലൊക്കേഷനിലോട്ട് വരുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? റാപ്പിഡ് വേരിയേഷനാണ് ഹൈറ്റിന് സംഭവിക്കുന്നത്. ഡെപ്ത് ഓഫ് ഫ്ലോൻ്റെ റാപ്പിഡ് വേരിയേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്താണ് റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോ? ഇഫ് ദി ഡെപ്ത് ഓഫ് ഫ്ലോ ചേഞ്ചസ് അബ്രപ്റ്റ്ലി ഓവർ എ ഷോർട്ട് ഡിസ്റ്റൻസ് അലോങ് ദി ലെങ്ത് ഓഫ് ചാനൽ, then flow is called rapidly varied flow. Hydraulic jump occurring below sluice gate and flow over weir are examples of rapidly varied flow. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലൂയിഡ് വരുന്നുണ്ട്, ഇതിനെ ഓവർകം ചെയ്തിട്ട് പോകണം. ആ സമയത്ത് ഇത്ര പേർ ലൊക്കേഷനിൽ ഈ ഫ്ലോ ഡെപ്തിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ഫ്ലോ ഡെപ്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതൊരു ഷോർട്ട് ഡിസ്റ്റൻസിലാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ വെരി ലോങ് ഡിസ്റ്റൻസിലായിരിക്കും ഈ ഒരു ഹൈറ്റിന് വേരിയേഷൻ ഉണ്ടാകുന്നത്. പക്ഷേ ഇത്രപ്പര റീജിയണിൽ, ഇതിൻ്റെ ഡൗൺ സ്ട്രീം റീജിയണിൽ എന്താ സംഭവിക്കുന്നത്? ചെറിയൊരു ഷോർട്ട് ഡിസ്റ്റൻസിലാണ് ഈ വേരിയേഷൻ. അത്തരം വേരിയേഷൻ ഷോർട്ട് ഡിസ്റ്റൻസിലാണ് ഈ ഫ്ലോ ഡെപ്തിന് ഇത്രയും വേരിയേഷൻ ഉണ്ടാകുന്നെങ്കിൽ അതിനെ റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോ എന്ന് പറയും. അത് ഡെപ്ത് ഓഫ് ഫ്ലോ ചേഞ്ചസ് അബ്രപ്റ്റ്ലി ഓവർ എ ഷോർട്ട് ഡിസ്റ്റൻസ് അലോങ് ദി ലെങ്ത് ഓഫ് ചാനൽ. ഇതാണ് അലോങ് ലെങ്ത് എന്ന് പറയുന്നത്. ചെറിയൊരു ഡിസ്റ്റൻസിലായിരിക്കും ഈ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. അതിന് റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോ എന്ന് പറയും. ഗ്രാജുവലി വാരിയഡ് ഫ്ലോ എന്ന് വെച്ചാൽ അത്രയും ലെങ്ത് മേ ബി കിലോമീറ്റേഴ്സ് വരെ ഉണ്ടാകാം. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡിസ്റ്റൻസിലായിരിക്കും സംഭവിക്കുന്നത്, ആ ഡെപ്ത് വേരിയേഷൻ സംഭവിക്കുന്നത്. അതിനുശേഷം പിന്നെ അതെന്തായി യൂണിഫോം ഫ്ലോ ആയിട്ട് മാറി. പിന്നെ യൂണിഫോം ഇതിന് പിന്നെ വേരിയേഷൻ ഇല്ലാണ്ട് തന്നെ ഫ്ലോ ഉണ്ടാവും. ഇതാണ് പിന്നെ വാരിയഡ് ഫ്ലോ അല്ലെങ്കിൽ നോൺ യൂണിഫോം ഫ്ലോൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻസ്. അടുത്ത ക്ലാസിഫിക്കേഷൻ ലാമിനാർ ഫ്ലോ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ. ഇത് പൈപ്പിൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള തന്നെയാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ എഫക്റ്റ് ഓഫ് വിസ്കോസിറ്റി റിലേറ്റീവ് ടു ഇനേർഷ്യ ഫോഴ്സ്, അതായത് വിസ്കസ് ഫോഴ്സും ഇനേർഷ്യ ഫോഴ്സും അതിൻ്റെ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഡോമിനൻസ് വെച്ചിട്ടാണ് ഫ്ലോനെ എന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? ലാമിനാർ ഫ്ലോ അല്ലെങ്കിൽ ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി വിസ്കസ് ഫോഴ്സാണ് ഡോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇനേർഷ്യ ഫോഴ്സിനെക്കാട്ടിയും ഡോമിനേറ്റ് ചെയ്യുന്നത് വിസ്കസ് ഫോഴ്സ് ആണെങ്കിൽ ലാമിനാർ ആയിരിക്കും. ഇനി അതേപോലെ ഇനേർഷ്യ ഫോഴ്സാണ് ഡോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് വീക്ക് ആണെങ്കിൽ എന്തായിരിക്കും?
ഫ്ലോ എന്ന് പറഞ്ഞാൽ ടർബുലൻ്റ് ആയിരിക്കും. ഇനർഷ്യ ഫോഴ്സ് ഡൊമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ടർബുലൻ്റ് ഫ്ലോ, പിന്നെ വിസ്കസ് ഫോഴ്സ് ഡൊമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ലാമിനാർ ഫ്ലോ. അത് ഡിറ്റർമൈൻ ചെയ്യുന്ന നമ്പർ എന്താണ്? റെയ്നോൾഡ്സ് നമ്പറാണ്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇനർഷ്യ ഫോഴ്സ് ടു വിസ്കസ് ഫോഴ്സ്. ഓക്കെ, റെയ്നോൾഡ്സ് നമ്പർ ഞാൻ ഇപ്പോൾ പൈപ്പിൻ്റെ കേസിലാണെങ്കിൽ റോ വി ഡി ബൈ മ്യൂ ആയിരുന്നു. ഇക്വേഷൻ ഓർമ്മയുണ്ടെങ്കിൽ ലാസ്റ്റ് മൊഡ്യൂൾ പഠിച്ചാണ്. റോ വി ഡി ബൈ മ്യൂ ആയിരുന്നു. ഇവിടെ ഞാനിപ്പം എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്ന റെയ്നോൾഡ്സ് നമ്പർ ഈസ് ഈക്വൽ ടു റോ ഡെൻസിറ്റി, വി ആവറേജ് വെലോസിറ്റി, പിന്നെ എൽ ആണ്, പിന്നെ മ്യൂ അത് ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ അബ്സല്യൂട്ട് വിസ്കോസിറ്റി. ഈ എൽ എന്ന് വെച്ചാൽ എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് ആണ്. അത് ഓരോ ചാനലിന് അല്ലെങ്കിൽ ഓരോ കേസിൽ ഓരോന്നായിരിക്കും. അപ്പം ഞാനിപ്പോൾ പൈപ്പിൻ്റെ കേസിൽ റെയ്നോൾഡ്സ് നമ്പർ റോ വി ഡി മീൻസ് ഡയമീറ്റർ ബൈ മ്യൂ എഴുതിയിട്ടുണ്ട്. അവിടെ ആ എൽ ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡയമീറ്റർ ആയിരുന്നു. ഓക്കെ, ഇതിനെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ കൈനമാറ്റിക് വിസ്കോസിറ്റി ന്യൂ ഇസ് ഈക്വൽ ടു മ്യൂ ബൈ റോ, ആ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് ഈ ഒരു ടേമിനെ കമ്പൈൻ ചെയ്തിട്ട് ഇതാക്കി എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് അതെന്താണെന്ന് നോക്കാം. ഓപ്പൺ ചാനൽ ഫ്ലോയിൽ എല്ലിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. പൈപ്പ് ഫ്ലോയിൽ എല്ലിൻ്റെ വാല്യൂ എന്തായിരുന്നു? അതിൻ്റെ ഡയമീറ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് റോ വി ഡി ബൈ മ്യൂ വന്നത്. ഇനി ഇവിടെ എന്തായിരിക്കും എല്ല്? ഇവിടെ ഓപ്പൺ ചാനൽ ഫ്ലോയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് റേഡിയസ് ഓഫ് ചാനൽ അല്ലെങ്കിൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആണ്. എന്താണ്? ക്രോസ് സെക്ഷൻ ഏരിയ ഫ്ലോ ബൈ വെറ്റഡ് പെരിമീറ്റർ. അങ്ങനെയാണെങ്കിൽ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ എക്സ്പ്രഷൻ എന്താ? റോ വി ആർ ബൈ മ്യൂ മീൻസ് ആർ എന്ന് വെച്ചാൽ ഹൈഡ്രോളിക് റേഡിയസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. ഇനി ഇത് ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ? റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ലാമിനാർ ആവുന്നത്? റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 500 ആണെങ്കിൽ ലാമിനാർ ആണ്. ട്രാൻസിഷൻ 500 ലെസ് ദാൻ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000. അതായത് 500 കുറവാണെങ്കിൽ ലാമിനാർ ആയിരിക്കും, 2000 മുകളിൽ ടർബുലൻ്റ് ആണ്. ഇൻ ബിറ്റ്വീൻ ട്രാൻസിഷൻ ലാമിനാർ ആവുക, ടർബുലൻ്റ് ആവുക, അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആയിട്ട് ലാമിനാർ ആൻഡ് ടർബുലൻ്റ്. അതാണ് ട്രാൻസിഷൻ റീജിയനിൽ സംഭവിക്കുന്നത്. അതിന് മുകളിൽ വരുന്ന സമയത്ത് ടർബുലൻ്റ് ഫ്ലോ. ഇതാണ് ഓപ്പൺ ചാനൽ ഫ്ലോൻ്റെ റേഞ്ചസ് എന്ന് പറയുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ സബ് ക്രിട്ടിക്കൽ, ക്രിട്ടിക്കൽ ആൻഡ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. ഗ്രാവിറ്റി ഫോഴ്സ് ഈസ് ദി ഡ്രൈവിംഗ് ഫോഴ്സ് ഇൻ ഓപ്പൺ ചാനൽ ഫ്ലോ. The behavior of open channel flow is also governed by effect of gravity force relative to inertia force. ഇവിടെ ഓപ്പൺ ചാനൽ ഫ്ലോയിൽ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാവിറ്റി ഫോഴ്സ് ആണ്. ആ ഗ്രാവിറ്റി ഫോഴ്സും പിന്നെ ഇനർഷ്യ ഫോഴ്സ് എന്ന് വെച്ചാൽ മാസിൻ്റെ ആക്സലറേഷൻ വരുന്ന ഫോഴ്സ്, ഇനർഷ്യ കൊണ്ടുണ്ടാകുന്നത്. ഓക്കെ, അത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ആണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതായത് അതിൻ്റെ ബിഹേവിയർ, ഇതിൻ്റെ രണ്ടിൻ്റെയും റിലേറ്റീവ് ഇമ്പോർട്ടൻസ് വെച്ചിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടാവും അതിന്. അങ്ങനെയാണ് ഈ സബ് ക്രിട്ടിക്കൽ, ക്രിട്ടിക്കൽ അല്ലെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ദ എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി ഫോഴ്സ് റിലേറ്റീവ് ടു ഇനർഷ്യ ഫോഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ ഡയമെൻഷൻലെസ് നമ്പർ കോൾഡ് ഫ്രൗഡ് നമ്പർ. ഫ്രൗഡ് നമ്പർ FR is equal to inertia force by gravity force. ആക്ച്വലി ഫ്രൗഡ് നമ്പർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇനർഷ്യ ഫോഴ്സ് ബൈ ഗ്രാവിറ്റി ഫോഴ്സ് ആണ്. ഇവിടെ ജസ്റ്റ് ആ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതായത് എക്സ്പ്രഷൻ എന്ത് വരും? ഓപ്പൺ ചാനൽ ഫ്ലോയിൽ FR is equal to V by root GD. V എന്ന് വെച്ചാൽ ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്ലോ, G ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, D എന്ന് വെച്ചാൽ ഹൈഡ്രോളിക് ഡെപ്ത് ആണ്. ഓക്കെ, ഹൈഡ്രോളിക് ഡെപ്ത് എന്ന് വെച്ചാൽ A/T, ക്രോസ് സെക്ഷൻ ഏരിയ ഡിവൈഡ് ബൈ ടോപ്പ് വിഡ്ത്ത്. അതാണ് ഫ്രൗഡ് നമ്പർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബേസ് ആയിട്ടാണ് ക്ലാസിഫിക്കേഷൻ പോകുന്നത്. Depending upon the value of Froude number, the open channel flow is classified as subcritical, critical and supercritical flows. ഈ ഫ്രൗഡ് നമ്പറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അത് 1 ആണെങ്കിൽ ഫ്ലോ എന്ത് പറയും? ഫ്ലോ ഈസ് ഇൻ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് എന്ന് പറയും. ഇനി FR ലെസ് ദാൻ 1 ഫ്ലോ എന്ന് പറഞ്ഞാൽ സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. ട്രാൻക്വിൽ ഓർ സ്ട്രീമിംഗ് ഫ്ലോ എന്നും കൂടെ അതിനെ പറയും. ഇനി FR ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഫ്ലോ എന്ന് പറയുന്നത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആണ്, അല്ലെങ്കിൽ റാപ്പിഡ്, അല്ലെങ്കിൽ ഷൂട്ടിംഗ്, അല്ലെങ്കിൽ ടൊറൻഷ്യൽ ഫ്ലോ എന്ന് പറയും. ഓക്കെ, നമുക്ക് ഈ ഫ്ലോസ് സബ് ക്രിട്ടിക്കൽ, അതേപോലെ ക്രിട്ടിക്കൽ, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇൻ കേസ് എക്സാമിന് ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തത്, അല്ലാണ്ട് ഇതിൻ്റെ അധികം ഡീറ്റെയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, എക്സാമിന് അത്രയും വരിയാൽ മതി. ജസ്റ്റ് അതിനെപ്പറ്റി കുറച്ചും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫ്രൗഡ് നമ്പറിൻ്റെ എക്സ്പ്രഷൻ FR is equal to V by root GD. ഇതൊരു ഫ്രൗഡ് നമ്പർ എന്ന് വെച്ചാൽ ഡയമെൻഷൻലെസ് ടേം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഡയമെൻഷൻ ഇല്ല. മീൻസ് മുകളിലത്തെ യൂണിറ്റ് ആ സെയിം യൂണിറ്റ് തന്നെ ആയിരിക്കും താഴെയും വരേണ്ടത്. മുകളിലത്തെ എന്താണ്? വെലോസിറ്റിയാണ്. അതിൻ്റെ മീനിങ് ഈ റൂട്ട് ജി ഡി എന്ന് വെച്ചാൽ അതും എന്തായിരിക്കും റെപ്രസെൻ്റ് ചെയ്യേണ്ടത്? എന്താ വെലോസിറ്റി തന്നെ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഫ്രൗഡ് നമ്പറിന് ഡയമെൻഷൻ ഇല്ലാണ്ട് വെക്കുള്ളൂ. ഓക്കെ, ഇനി അതെന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? റൂട്ട് ജി ഡി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഗ്രാവിറ്റി വേവ് ക്രിയേറ്റഡ് അറ്റ് ദ ഫ്രീ സർഫസ്. ആ ഫ്രീ സർഫസിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വരുന്നു. ഫ്രീ സർഫസ് എന്നാൽ ടോപ്പ് സർഫസ്. അവിടെ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വരുന്നത്, ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ വേവ് പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ വേവ് അതിൻ്റെ വെലോസിറ്റിയാണ് ആക്ച്വലി ഈ റൂട്ട് ജി ഡി എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഒരു ഫ്ലോ, അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിലോട്ട് ടോപ്പ് വ്യൂ അതിൻ്റെ ഫ്രീ സർഫസ്. ഒരു ഞാൻ സ്റ്റോൺ ഇടുന്നു, എന്ത് ചെയ്യും? അവിടെ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ വേവ്സ് മൂവ് ചെയ്യുന്നത്, ഓക്കെ, ഇതിപ്പം ഈ ഡയറക്ഷനിൽ ഫ്ലോ നടക്കുന്നത്, ഇവിടെയാണ് ഡിസ്റ്റർബൻസ് പോയിൻ്റ് എങ്കിൽ ഇത് അതിൻ്റെ ഡൗൺ സ്ട്രീമാണ്, ഇത് അതിൻ്റെ അപ്പ് സ്ട്രീമാണ്. അതേപോലെ ഇവിടെ ഡിസ്റ്റർബൻസ് എങ്കിൽ ഇത് അതിൻ്റെ അപ്പ് സ്ട്രീമാണ്, ഇത് ഡൗൺ സ്ട്രീമാണ്. ആ വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ആ വേവ്സിന് അപ്പ് സ്ട്രീമിലോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനാവും. ചില കേസിൽ വേവ്സിന് അപ്പ് സ്ട്രീമിലോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ കേസിലും ആ രണ്ട് ഡയറക്ഷനിലും പ്രൊപ്പഗേറ്റ് ചെയ്യാനാവില്ല. അതിൽ ഫസ്റ്റ് കേസ് അറ്റ് ലോ ഫ്ലോ വെലോസിറ്റീസ്. അതായത് ലോ ഫ്ലോ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് ആർ ലെസ് ദാൻ 1 ആയിരിക്കും. പ്രൗഡ് നമ്പർ ലെസ് ദാൻ 1 ആയിരിക്കും. ഫ്ലോ വെലോസിറ്റി കുറവ്, ഇതായിരിക്കും കൂടുതലുണ്ടാവുക. വേവ് വെലോസിറ്റിയാണ് കൂടുതലുണ്ടാവുക. എ സ്മോൾ ഡിസ്റ്റർബൻസ് ട്രാവൽസ് അപ്സ്ട്രീം ആൻഡ് അഫക്റ്റ് ദി അപ്സ്ട്രീം കണ്ടീഷൻ. അതായത് സബ് ക്രിട്ടിക്കൽ ഫ്ലോ നടക്കുന്നു. ഞാനൊരു ഡിസ്റ്റർബൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തു. ആ ഫ്രീ സർഫസിൽ ഒരു ഡിസ്റ്റർബൻസ് പ്രൊഡ്യൂസ് ചെയ്തു. അതിന് പ്രൊപ്പോർഷണലായിട്ട് വേവ്സ് ജനറേറ്റ് ചെയ്യും. ആ വേവ്സിന് എങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും? അപ്സ്ട്രീമിലോട്ട് ട്രാവൽ ചെയ്ത് അവിടുത്തെ കണ്ടീഷൻ അഫക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. ബട്ട് അറ്റ് ഹൈ ഫ്ലോ വെലോസിറ്റി ഹൈ ആയി. ഇനി ആ സമയത്ത് എഫ് ആർ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഫ്ലോ വെലോസിറ്റി ഹൈ ആയി, ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫ്ലോ വെലോസിറ്റിയാണ് കൂടുതൽ. ബട്ട് വെൻ higher flow velocities, a small disturbance cannot travel upstream and thus upstream condition cannot be influenced by the downstream conditions. The flow in this case is controlled by upstream conditions. ഈ ഒരു കേസ് ഇപ്പം സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആണ്, വെലോസിറ്റി കൂടി. ആ സമയത്ത് ഞാൻ അവിടെ ഒരു ഡിസ്റ്റർബൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ വേവ്സിന് ഒരിക്കലും ഈ അപ്സ്ട്രീമിലോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. മീൻസ് ഇവിടെയുള്ള കണ്ടീഷൻ, ഇതാണ് അപ്സ്ട്രീം കണ്ടീഷൻ, അത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡൗൺ സ്ട്രീം കണ്ടീഷൻ ആയിരിക്കും സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആണെങ്കിൽ. കാരണം ഇവിടെ വെലോസിറ്റി കൂടുതലാണ്, ഫ്ലോ വെലോസിറ്റി കൂടുതലാണ്. ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന വേവിനെ അത് ഇങ്ങോട്ട് എടുക്കും. പോകുന്ന ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ വേവിനെ ഒരു ഡയറക്ഷനിൽ എടുക്കും. അല്ലാണ്ട് വേവ്സിന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതാണ് എഫ് ആർ ഗ്രേറ്റർ ദാൻ 1 സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിൽ വരുന്നത്. ഇനി എഫ് ആർ ഈക്വൽ 1 കേസ് ആണെങ്കിൽ സർഫസ് വേവ് അപ്പിയേഴ്സ് ഫ്രോസൺ ഓൺ ദി സർഫസ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം എക്സാമിന് ഇപ്പം ക്ലാസിഫിക്കേഷൻസ് ഫ്ലോ ആണ് ചോദിക്കുന്നതെങ്കിൽ ഒരു കാര്യം എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു നോളജിന് വേണ്ടി പറഞ്ഞതാണ്. അടുത്ത ടോപ്പിക്ക് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഓപ്പൺ ചാനൽ ഫ്ലോ. Because of the presence of free surface and frictional resistance along the channel boundary, the velocity of flow in open channel at any section is not uniformly distributed. ഓപ്പൺ ചാനൽ ഫ്ലോസിൻ്റെ പൈപ്പ് ഫ്ലോനെ കമ്പയർ ചെയ്യുന്ന സമയത്തിലെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഫ്രീ സർഫസ് ആണ്. ആ ഫ്രീ സർഫസ് പ്ലസ് റെസിസ്റ്റൻസ് അലോങ് ദി ചാനൽ ബൗണ്ടറി. മീൻസ് ഇവിടെയുള്ള റെസിസ്റ്റൻസ്, ബെഡിലുള്ള റെസിസ്റ്റൻസ്, സൈഡിലുള്ള എല്ലാ റെസിസ്റ്റൻസും. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നോൺ യൂണിഫോം ആണ് ഓപ്പൺ ചാനൽ ഫ്ലോൻ്റെ കേസിൽ. ദ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഓപ്പൺ ചാനൽ അറ്റ് എനി സെക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ വേരിയസ് ഫാക്ടേഴ്സ്. വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഷേപ്പ് ഓഫ് ചാനൽ സെക്ഷൻ, റഫ്നെസ് ഓഫ് ചാനൽ ആൻഡ് പ്രസൻസ് ഓഫ് ബെൻഡ്. ഇപ്പം റെക്റ്റാങ്കിൾ, അതേപോലെ ട്രയാങ്കിൾ, ട്രപ്പിസോയിഡൽ, ഓരോന്നിനും ഓരോ രീതിയിലെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അതേപോലെ അതിൻ്റെ റഫ്നെസ്, സൈഡിൻ്റെ ബൗണ്ടറിയുടെ റഫ്നെസ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഓപ്പൺ ചാനൽ ഫ്ലോയിൽ. മീൻസ് ഈ ഓപ്പൺ ചാനൽ ഫ്ലോ അപ്പോൾ പൈപ്പ് ഫ്ലോൻ്റെ അത്ര സിമ്പിളായിട്ടല്ല, നമുക്ക് കൂടുതൽ ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും? എക്സ്പെരിമെൻ്റൽ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസിനെ ഡിറൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കൂടുതലായിട്ടും എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇനി പറയുന്നത്. നമുക്ക് വെലോസിറ്റി എങ്ങനെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും? പിറ്റോ ട്യൂബ് ഉപയോഗിച്ചിട്ട് വെലോസിറ്റി മെഷർ ചെയ്തെടുക്കാം. ഓരോ ലൊക്കേഷനിലുള്ള വെലോസിറ്റി നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും.
ഇപ്പം ഇത് റെക്റ്റാങ്കുലർ ചാനലാണ്, ഇതിപ്പം ഫ്രീ സർഫസ് ആണ്. അപ്പം ഓരോ ലൊക്കേഷനിലുള്ള വെലോസിറ്റി പിറ്റോ ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാ ആക്ച്വൽ വാല്യൂസ് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഈസ് 0 അറ്റ് സോളിഡ് ബൗണ്ടറീസ് ആൻഡ് ഗ്രാജുവലി ഇൻക്രീസസ് വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ദി ബൗണ്ടറി. ഇപ്പം ഒരു റെക്റ്റാങ്കുലറിൻ്റെ ക്രോസ് സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. സോളിഡ് ബൗണ്ടറി എന്ന് വെച്ചാൽ ഇവിടെ സൈഡിലും സോളിഡ് ബൗണ്ടറി ഉണ്ട്, അതേപോലെ ഇവിടെ ബെഡ് ഇതൊക്കെ സോളിഡ് ബൗണ്ടറിയാണ്. അതുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0 വെലോസിറ്റി, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് നോ സ്ലിപ്പ് കണ്ടീഷൻ. പിന്നെ അവിടുന്ന് എവേ പോകുന്ന സമയത്ത്, ബൗണ്ടറിയിൽ നിന്ന് എവേ വരുന്ന സമയത്ത് എന്തായിരിക്കും, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതാണ് ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ മാക്സിമം വെലോസിറ്റി എപ്പോഴാണ് സംഭവിക്കുന്നത്? മാക്സിമം velocity in ordinary channel usually occurs below free surface at a distance of 0.5 to 0.25 times the depth of flow. ഓക്കെ, ഇതിന് ഈ സെൻറ്റർ പോർഷൻ, ഈ റെക്റ്റാങ്കുലറിൻ്റെ സെൻറ്റർ, ഈ XX ആ ലൊക്കേഷനിലെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ആരോ എന്ന് വെച്ചാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ബോട്ടം, അവിടുത്തെ വെലോസിറ്റി എന്താണ്, 0 ആണ്. പിന്നെ അവിടെ നിന്ന് മുകളിലോട്ട് പോകും തോറും എന്ത് സംഭവിച്ചു, വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്, ഒരു മാക്സിമം എത്തും. അതിനുശേഷം പിന്നെ ഇത് ഫ്രീ സർഫസ്. ഓക്കെ, ഫ്രീ സർഫസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രീ സർഫസിലായിരിക്കില്ല ഉണ്ടാവുക, അതിനെക്കാട്ടും കുറച്ച് ബിലോ ആയിട്ടാണ് മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക. ഓക്കെ, മാക്സിമം വെലോസിറ്റി ഇപ്പം ആരോ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെയാണ് മാക്സിമം ആരോൻ്റെ ലെങ്ത്ത് വരുന്നത്. അത് ഉണ്ടാവുക നോർമലി 0.5 ടൈംസ് ദി ഡെപ്ത് ഓഫ് ഫ്ലോ. ഞാൻ മെഷർ ചെയ്യുന്നത് ഇവിടെ ശ്രദ്ധിക്കണം, റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഫ്രീ സർഫസിൽ നിന്ന് താഴോട്ടാണ് ഞാൻ മെഷർ ചെയ്യുന്നത്. ഫ്രീ സർഫസിൽ നിന്ന് താഴോട്ട് ടോട്ടൽ ഇതിൻ്റെ ഡെപ്ത് ഓഫ് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, ആ ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻറ്റു 0.2 ഫ്രീ സർഫസിൽ നിന്ന്, അവിടെ ആയിരിക്കും നോർമലി ഈ മാക്സിമം വെലോസിറ്റി ഒക്കർ ചെയ്യുന്നത്. എക്സ്പെരിമെൻ്റൽ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഇത് വളരെ നാരോ ആയിട്ടുള്ള ചാനലാണെന്ന് വെച്ചോ, മീൻസ് ഈ ഒരു വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ആ സമയത്ത് ചിലപ്പം വെലോസിറ്റി, മാക്സിമം വെലോസിറ്റി കുറച്ചും കൂടെ താഴെയായിരിക്കും ഉണ്ടാവുക. മീൻസ് ഇത് ഫിക്സഡ് ആയിട്ടുള്ളൊരു വാല്യൂ അല്ല എന്നാണ് പറയുന്നത്. ചാനലിൻ്റെ ജിയോമെട്രിയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്. എന്നാലും മെജോറിറ്റി ഓഫ് ദി എക്സ്പെരിമെൻറ്റ് ഷോയിങ് ദാറ്റ് മാക്സിമം വെലോസിറ്റി ഒക്കേഴ്സ് അറ്റ് 0.2 ടൈംസ് ദി ഡെപ്ത് ഓഫ് ഫ്ലോ ഫ്രം ദി ഫ്രീ സർഫസ്. ഈ ഒരു റേഞ്ചിൽ അത് ഉണ്ടാവാം, 0.05 to 0.25 ടൈംസ് ഡെപ്ത് ഓഫ് ഫ്ലോ. ആ ഒരു റേഞ്ചിൽ എവിടെയും കയറ്റി നമുക്ക് മാക്സിമം വെലോസിറ്റി ഒക്കർ ചെയ്യുന്നുണ്ടാവും. അല്ലാണ്ട് ഫ്രീ സർഫസിലല്ല ഇതിൻ്റെ മാക്സിമം വെലോസിറ്റി വരുന്നത്. അതേപോലെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ലൈൻസ് എന്താണ്, കർവ്സ് ഓഫ് ഈക്വൽ വെലോസിറ്റി. അതായത് ഈ ഒരു കർവ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൊക്കേഷനിലെല്ലാം എന്തായിരിക്കും, സെയിം വെലോസിറ്റി ആയിരിക്കും. ഈ ഒരു കർവാണെങ്കിൽ ആ കർവിൻ്റെ മുകളിലെ എല്ലാ ലൊക്കേഷനിലും സെയിം വെലോസിറ്റി ആയിരിക്കും. നമുക്ക് നോക്കിയാൽ കാണുന്ന സം ഇറഗുലാരിറ്റി ഉണ്ട് ആ ഷേപ്പിൽ. അതുകൊണ്ട് അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു. ഒന്ന് ഫ്രീ സർഫസ്, അതേപോലെ റഫ്നെസ് ഓഫ് ദി സൈഡ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഫൈനൽ പോയിൻറ്റ്, ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് വെലോസിറ്റി അറ്റ് 0.6y ഫ്രം ദ ഫ്രീ വാട്ടർ സർഫസ് ഈസ് വെരി ക്ലോസ് ടു മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ ദി വെർട്ടിക്കൽ സെക്ഷൻ. ഇവിടെ മീൻ വെലോസിറ്റി പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി അറ്റ് സെക്ഷൻ. അങ്ങനെ കണ്ടുപിടിക്കുക, ഡിസ്ചാർജ് ബൈ ഏരിയ. ആ മീൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ടോപ്പ് സർഫസിൽ നിന്ന് 0.6y, അതായത് 0.6 ടൈംസ് ഡെപ്ത്ത്. ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് ലൊക്കേഷൻ, ഇവിടുന്ന് ഇങ്ങോട്ട് 0.6 ടൈംസ് y എത്തുന്ന ഒരു ലൊക്കേഷൻ ഉണ്ടാവും. ഓക്കെ, അവിടെയില്ല വെലോസിറ്റി എന്ന് പറയുന്നത് ഏകദേശം ആർക്ക് ഈക്വൽ ആണെന്ന് പറയാം, മീൻ വെലോസിറ്റി. ഇവിടെയില്ല മീൻ വെലോസിറ്റിക്ക് ഈക്വൽ ആണെന്ന് പറയാം. മീൻസ് എപ്പോഴും അത് 0.6 ആവണമെന്നില്ല, വാരി ചെയ്യാം. സം എക്സ്പെരിമെൻ്റൽ റിസൾട്ടിൻ്റെ ബേസിലാണിത്. അത് പക്ഷേ ഒരു ചാനലിൽ നിന്ന് അടുത്ത ചാനലിലോട്ട് പോകുന്ന സമയത്ത് വാരി ചെയ്യാം, അല്ലാണ്ട് കറക്റ്റ് ഫിക്സഡ് വാല്യൂ അല്ലേ പറയുന്നത്. മീൻസ് എക്സാമിന് നിങ്ങൾക്ക് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഫിഗറും വരച്ചിട്ടുണ്ടാവണം. കർവ്സ് ഓഫ് ഈക്വൽ വെലോസിറ്റി കാണിക്കണം, അതേപോലെ ഈ ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചിട്ട് ഇത്രയും പോയിൻ്റാണ് പറയേണ്ടത്.